അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ആ പടച്ച തമ്പുരാന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച തമ്പുരാന് നമ്മെ കൂടെയുണ്ടല്ലോ. നിങ്ങളെ കണ്ട നാടിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രത്തോളം അടുത്തിരിക്കുന്ന പടച്ച തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവേ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ പടച്ച തമ്പുരാൻ എങ്ങനെയാണ് ഉമ്മ കേൾക്കാതിരിക്കുക? ആ പടച്ച തമ്പുരാൻ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുക? എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിക്കോ. പടച്ച തമ്പുരാനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മൂസാ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ സങ്കടത്തിലാണ് മൂസാ നബിയേ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ, എനിക്കൊന്ന് പ്രസവിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. വർഷങ്ങളായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേവരെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല മൂസാ നബിയേ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? പടച്ച തമ്പുരാനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ മൂസാ നബിയേ? കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ നബിയേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ, ഈ പുന്നാര പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി തന്റെ ഇരുകരങ്ങളും ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവോട് ദുആ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണല്ലോ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ പ്രിയപ്പെട്ട പൊന്നു സഹോദരി ഇതാ എന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ ഇതാ വിഷമത്തോട് കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട്, ഒരു സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് കരയുകയാണ്. അല്ലാഹ്, ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു സന്താനത്തെ നീ കൊടുക്കണേ അല്ലാഹ് എന്നവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഉടനെ യഥാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, ദുആ ചെയ്യല്ല നബിയേ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് അല്ലാഹു കുഞ്ഞ് കൊടുക്കാൻ, ഒരു കുട്ടി കൊടുക്കാൻ, ഒരു സന്താനത്തെ കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല എന്നവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ. പടച്ച റബ്ബേ, പിന്നീട് ആ സ്ത്രീയെ കാണുകയാണ്. വീണ്ടും അതാ ദിവസങ്ങൾ കടന്നു വന്നു. ആ സ്ത്രീ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് വീണ്ടും കടന്നു വരികയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? എനിക്കൊരു സന്താനം വേണം. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സന്താനം വേണം നബിയേ. എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? ഇതൊക്കെ പറയേണ്ട താമസം പടച്ച റബ്ബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാ. പെണ്ണേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തആല സന്താന സൗഭാഗ്യം നിഷേധിച്ചിരിക്കുകയാ. നിനക്ക് അല്ലാഹു സന്താന
സൗഭാഗ്യം നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ദുആ ചെയ്തിട്ട് കാര്യമില്ല. പടച്ച തമ്പുരാന് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. എനിക്കൊരു കുഞ്ഞ് അല്ലാഹു തആല നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നവിടെ നിന്ന് പറയുമ്പോ പടച്ച റബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ സ്ത്രീ അതാ വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നിന്ന് കടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കടന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നോക്കുമ്പോ പടച്ച റബ്ബേ ഒരു ചോര കുഞ്ഞുമായ ഒരു ചെറിയ പൈതലുമായിട്ടതാ ഒരു പെണ്ണ് ദൂരെ നിന്നതാ. പടച്ച റബ്ബേ ഓടി വരികയാണ്. ഒരു പെണ്ണിങ്ങനെ ഓടി വരികയാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്നും പറയുന്ന നബിയേ, എനിക്കിതാ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന നബിയേ, എനിക്കിതാ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പൊന്നുമോനെ തന്നിട്ടുണ്ടല്ലോ. പടച്ച തമ്പുരാനെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത അത്ഭുതമായി. അല്ല പറഞ്ഞതാണല്ലോ, അല്ല പറഞ്ഞതാണല്ലോ. അവൾക്ക് ഞാനൊരു കുഞ്ഞ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരു കുഞ്ഞു കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല, സന്താന സൗഭാഗ്യം ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതാണല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞു ജനിച്ചത്? പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞു ജനിച്ചത്? പടച്ച തമ്പുരാനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. ഉടനെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് മൂസാ നബി കടന്നു ചെല്ലുകയാ. എന്നിട്ട് പടച്ച റബ്ബിനോട് തന്റെ കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുവേ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ അല്ലാഹ്, നീയല്ലേ പറഞ്ഞത് ആ പെണ്ണിന് സന്താന സൗഭാഗ്യമില്ല, ആ പെണ്ണിന് സന്താന സൗഭാഗ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിച്ചതെന്ന് ചോദിക്കുമ്പോ, പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിച്ചതെന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ആ പെണ്ണിനെ ഞാൻ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിളിക്കുകയാണ്, യാ റഹീം, യാ റഹീം, യാ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ അവിടുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ പെണ്ണ് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, യാ റഹീം റിസ്ഖനിൽ വലദ്, പടച്ച റബ്ബേ നീ എനിക്കൊരു റഹ്മത്ത്, പടച്ച റബ്ബേ റഹ്മാനായ റഹീമായ അല്ലാഹ് എനിക്കൊരു സന്താനം നീ കൊണ്ട അല്ലാഹ് എന്നവിടെ നിന്ന് പടച്ച റബ്ബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പെണ്ണ് അവിടുന്ന് ദുആ ചെയ്യുകയാ, എന്നവിടുന്ന് ദുആ ചെയ്യുകയാ. റഹീം എന്ന് പറയുന്ന, കാരുണ്യവാൻ എന്ന് പറയുന്നു പടച്ച റബ്ബിന്റെ ആ പുണ്യമായ നാമമുണ്ടല്ലോ. അല്ലാഹുവേ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണല്ലോ. പടച്ച തമ്പുരാന് അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യം നിറവേറ്റി കൊടുക്കുകയാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ 1-2 ദിവസം മാത്രം പടച്ച തമ്പുരാന്റെ മുമ്പിൽ എന്തെങ്കിലും ചോദിച്ചിട്ടോ എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കെന്റെ റബ്ബ് തന്നില്ലല്ലോ, എന്നെ അല്ലാഹു കൈവടിഞ്ഞിട്ടുണ്ടോ? അള്ളയുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിനകത്ത് ചിന്ത കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണേ. അല്ലാഹുവോട് ചോദിക്കേണ്ട രൂപമാണ് ഉമ്മ, അള്ളാഹിനോട് ചോദിക്കേണ്ട രൂപമാണ്. അല്ലാഹുവേ, എത്ര തന്നെ നമ്മുടെ ഖള അങ്ങനെയാക്കിയാൽ, എത്ര തന്നെ പടച്ച തമ്പുരാനും പലതും തന്നെ തീരുമാനിച്ചാലും അല്ലാഹുവേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാ ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് തരുമല്ലോ, അല്ലാഹു തആല ഇജാബത്ത് തരുമല്ലോ. പടച്ച റബ്ബേ, സന്താന സൗഭാഗ്യം നിഷേധിച്ച പെണ്ണോ അല്ലാഹു
അള്ളാഹുവോട് ദുആ ചെയ്തുവല്ലോ, അള്ളാഹുവോട് ദുആ ചെയ്തുവല്ലോ. യാ റഹീം യാ റഹീം യാ റഹീം യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോ അള്ളാഹു പ്രതിഫലം കൊടുത്തത് കണ്ടോ, അള്ളാഹു ചോദിച്ചത് കൊടുത്തത് കണ്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, പടച്ചുറപ്പിന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങൾ എടുത്ത് പടച്ചു തമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞ അള്ളാഹു നമ്മളെ കൈവടിയൂരല്ലോ, അള്ളാഹു നമ്മെ കൈവടിയൂരല്ലോ. ആ പടച്ചു തമ്പുരാൻ നമ്മെ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് വിഷമിക്കണ്ട ഉമ്മ, വിഷമിക്കണ്ട. നമ്മുടെ പാപങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞോ, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞോ. പടച്ചു തമ്പുരാൻ നമ്മെ സ്വീകരിക്കുമല്ലോ. നമ്മുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമല്ലോ. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമല്ലോ. അല്ലാഹുവേ പടച്ചു തമ്പുരാനെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മജ്ലിസിലിരിക്കുന്നവര്, അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലാഹ്. അവിടൊക്കെ ഹലാലായ മുറാദുകളെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്.